ഗുഡ് മോർണിംഗ്. രാവിലെ കിടന്ന് ഉറങ്ങാൻ വയ്ക്കുമ്പോൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ വന്ന് നിന്ന് എനിക്ക് മുന്നേ എണീറ്റിരുന്ന് ശല്യം ചെയ്യാം. അമ്മ എണീക്ക്, അമ്മ ഗുഡ് മോർണിംഗ് ആയി, അമ്മ എനിക്ക് വിശക്കണം. ചുമ്മാതാണ് ഇവൾ ഉറക്കം എണീറ്റിരുന്നിട്ട് ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ ഫസ്റ്റ് എണീറ്റിട്ട് ഞാനാണ് ഇവിടെ വിളിക്കണമെങ്കിൽ ഇവിടെ കരച്ചിലും പോലും. അപ്പോൾ ഞാൻ എന്താ ചെയ്യും, ഞാനും കരയട്ടെ. രാവിലെ എണീറ്റിരിക്കുക എന്നെ ശല്യം ചെയ്യണം. ചിരി കണ്ടില്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഇച്ച ചോദിക്കാൻ പോകണം. ചുമ്മാതാണ് ഉടായിപ്പ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പല്ല് തേപ്പും എല്ലാം ഇതിന് കുറേ സമയം എടുക്കും കേട്ടോ. ഞങ്ങൾ പല്ലൊക്കെ തേക്കാൻ നല്ല റിലാക്സ് ചെയ്തിട്ടാണ് പല്ലൊക്കെ തേക്കുക. പിന്നെ ഫേസ് കഴുകും. അങ്ങനെ ഓരോരോ പരിപാടിയിലോട്ടാണ് രാവിലെ ഞങ്ങൾ കിടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ കോലം നോക്കണ്ട, ഇത് ഉറക്കണീറ്റപ്പോൾ ഉള്ള കോലമാണ്. ഉറക്കണീറ്റ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കാൻ വരണേ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും കൂടെ എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് രാവിലെ എണീക്കാനും ഒക്കെ. പക്ഷേ ഇവൾ സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ പൊന്നു മോൾ അതിന് സമ്മതിക്കില്ല. കാരണം അവൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, എന്നെ എണീപ്പിക്കണം, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ. അപ്പം ഞങ്ങളുടെ പല്ല് തേപ്പിന് എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പല്ല് വെളുത്തോ? അപ്പോൾ ഈ പല്ല് തേപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഫേസ് കഴുകും കേട്ടോ. ഞാൻ പക്ഷെ ഓവറായിട്ട് ഇങ്ങനെ തേച്ചിരിക്കില്ല, പെട്ടെന്ന് അങ്ങ് കഴുകിക്കളയും. അപ്പോൾ സാധാരണ ഞാൻ മാത്രമേ ഇങ്ങനെ സോപ്പ് യൂസ് ചെയ്ത് അത് അവളുടെ സോപ്പ് യൂസ് ചെയ്താണ് എന്നും ഫേസ് കഴുകണം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ. അപ്പം ഞാൻ ഒന്ന് മുഖം കഴുകണുണ്ട്, അത് വീഡിയോ എടുക്കണ കണ്ടിട്ട് ആശാത്തിക്ക് ഒന്ന് മുഖം കഴുകണം. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നും കഴുകാറില്ലല്ലോ, പിന്നെ ഇന്ന് മാത്രത്തെ പ്രത്യേകത ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സോപ്പ് എടുക്കണതാണ് മുഖം കഴുകാൻ. അപ്പോൾ എങ്ങനെ ഗ്ലോ ആയോ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വേറെ ഒരാൾക്കും കൂടെ കഴുകണമെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, അവൾക്കും കൂടെ കഴുകി കൊടുത്തു. അല്ലെങ്കിലും ചില ദിവസങ്ങൾ ഞാൻ അങ്ങനെ അവൾക്ക് മോർണിംഗ് അങ്ങനെ സോപ്പ്, അവളുടെ സോപ്പ് തന്നെയാണ്, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് അല്ലാണ്ട് കഴുകി ഇന്നലെ ഇട്ട പൊട്ടും കരിയൊക്കെ മായ്ച്ചു കൊടുക്കലാണ് പരിപാടി. ഇന്ന് ആശാത്തിക്ക് സോപ്പ് യൂസ് ചെയ്യണമെന്നൊരു വാശിയായി. കാരണം ഓൾറെഡി നമ്മൾ വീട്ടിൽ എടുക്കുകയാണല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ കഴുകി മുഖമൊക്കെ ക്ലീനാക്കി കൊടുത്തു. കണ്ടോ, ക്യാമറയിലൊന്ന് നോക്കണമുണ്ടോ അവളുടെ മുഖം? അപ്പോൾ ഞാൻ പറയാൻ, എന്തിനാണ് ക്യാമറയിൽ നോക്കണം, അതൊക്കെ ഇവിടെ വന്ന് നിന്നാൽ പോലെ എന്ന് പറയാം. അതാണ് കാര്യം. ഈ പല്ല് തേപ്പും പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ മോളെ മെയിൻ പരിപാടിയാണ് ഒരു ഐബ്രോയും വരയ്ക്കണം, പൊട്ട് കൊടുക്കണം, തലയും ചീകി കൊടുക്കണം. ഇല്ലെങ്കിൽ വേറെ ഒരു കാര്യം അവൾ ചെയ്യൂല. അത് ചെയ്ത് കൊടുക്കും. ഇത് രാവിലത്തെ പരിപാടിയാണ്. മേക്കപ്പ് കുട്ടി. ഞാനാണെങ്കിൽ വലുതായിട്ടൊന്ന് വരയ്ക്കണേ. ഓൾറെഡി ഇന്നലെ വരച്ചത് കംപ്ലീറ്റ് മാനില്ല, അതിന് കുളിക്കുമ്പോഴേ അത് മാഞ്ഞു പോവുള്ളൂ. തല ചെയ്യണം, ഇത്രേ ഉള്ളൂ. സംഭവം തന്നെ ഷാമ്പു ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു കുഴപ്പം കാണുന്നുണ്ട്. എണ്ണ മയയില്ല എന്ന് പറഞ്ഞാൽ എണ്ണ വാരി പൊത്തി കൊടുക്കാറില്ല ആവശ്യത്തിന്. കണ്ടില്ലേ? അപ്പോൾ രാവിലത്തേക്കുള്ള റൊട്ടീൻ ഇങ്ങനെയാണ്. പല്ല് തേപ്പ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളിതൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ എന്താ ചെയ്യാറ്, എനിക്കിപ്പോൾ കണ്ണാടി നോക്കാറുണ്ട് വയ്യ, ഇതിൽ തന്നെ നോക്ക്. നമ്മൾ പണ്ട് ഡാസ്ലറിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ആനപ്പൊട്ടായി കുഴപ്പമില്ല. ഇനി എന്താ ഫുഡ് ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ? നല്ല അപ്പം, പോലത്തെ അപ്പം, കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.